വിൻഡ്രിയുടെ സഹായത്തോടെ തങ്ങളുടെ ശരീരം പഴയപടിയാക്കിയ ബ്രദേഴ്സ് സമയം കളയാതെ സെൻട്രൽ സിറ്റിയിലേക്ക് പുറപ്പെട്ടു. പക്ഷേ അവിടെ എത്തിയ അവർ കണ്ടത് നാഷണൽ സെൻട്രൽ ലൈബ്രറിയുടെ ഫസ്റ്റ് ബ്രാഞ്ച് മൊത്തം കത്തി നശിച്ച് കിടക്കുന്നതാണ്. പുസ്തകങ്ങളെല്ലാം വെറും ചാരമായി കഴിഞ്ഞിരുന്നു. പക്ഷേ എഡ്വേർഡ് തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. എന്ത് വില കൊടുത്തും ഫിലോസഫർ സ്റ്റോണിൻ്റെ രഹസ്യം കണ്ടെത്തുമെന്ന് അവൻ തീരുമാനിച്ചു. ഈ സമയം ഈസ്റ്റ് സിറ്റിയിലെ ഒരു ടവറിൻ്റെ മുകളിൽ കയറി നിൽക്കുകയായിരുന്നു ലെസ്റ്റും ഗ്ലട്നിയും. ലെസ്റ്റ് ആയിരുന്നു ആ ലൈബ്രറി തകർത്തത്. ഫിലോസഫർ സ്റ്റോണിൻ്റെ രഹസ്യങ്ങൾ എഡ്വേർഡ് അറിഞ്ഞാൽ തൻ്റെ പ്ലാൻ നടക്കില്ല എന്ന് അവൾക്ക് നല്ലപോലെ അറിയാമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഗ്ലട്നി ചാടി എഴുന്നേറ്റുകൊണ്ട് സിറ്റിയിലേക്ക് നോക്കി. മുഖത്ത് മുറിവുകളുള്ള ആ ഇഷ്ബാൾകാരൻ അവരുടെ അടുത്തുണ്ടെന്ന് അവൻ മണത്തറിഞ്ഞു. സ്കാറിനെ പിടിച്ച് കൊന്നു തിന്നോട്ടെ എന്ന് അവൻ ലെസ്റ്റിനോട് അപേക്ഷിച്ചു. ലെസ്റ്റ് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അത് സമ്മതിച്ചു. ഈ സമയം സിറ്റിയിലെ അണ്ടർഗ്രൗണ്ട് കനാലുകളിലൂടെ നടക്കുകയായിരുന്നു സ്കാർ. പെട്ടെന്ന് ആരോ തൻ്റെ പിന്നിലുണ്ടെന്ന് അവന് തോന്നി. തിരിഞ്ഞു നോക്കി അവൻ കണ്ടത് തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഗ്ലട്നിയെയാണ്. പെട്ടെന്ന് ഗ്ലട്നി സ്കാറിൻ്റെ നേരെ ഓടി വന്നു. ദേഷ്യം വന്ന സ്കാർ ഗ്ലട്നി അടുത്തെത്തിയതും അവൻ്റെ തലയിൽ പിടിച്ച് ആൽക്കമി യൂസ് ചെയ്തു. പക്ഷേ അവനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ സ്കാർ ഞെട്ടിപ്പോയി. അപ്പോഴേക്കും ഗ്ലട്നി സ്കാറിൻ്റെ ദേഹത്ത് പിടിച്ച് വലിച്ചു. ഉടനെ സ്കാർ അവൻ്റെ കൈ വെട്ടിയെറിഞ്ഞു. എന്നാൽ അപ്പോഴേക്കും അവൻ്റെ പുറകിൽ നിന്നും ലെസ്റ്റ് ഓടി വന്ന് അവനെ അറ്റാക്ക് ചെയ്തു. അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി. ഈ സമയം ഈസ്റ്റ് സിറ്റി ഹെഡ്ക്വാർട്ടേഴ്സിൽ കേണൽ റോയ് മസ്താങ്ങും ടീമും തിരക്കിട്ട ചർച്ചയിലായിരുന്നു. എഡ്വേർഡുമായിട്ടുള്ള ഫൈറ്റിന് ശേഷം സ്കാറിനെ പിന്നീട് ആരും തന്നെ കണ്ടിട്ടില്ല. സ്കാർ ചിലപ്പോൾ നാടുവിട്ട് പോയിട്ടുണ്ടാകാമെന്ന് ലെഫ്റ്റനന്റ് റസ റോയ് മസ്താങ്ങിനോട് പറഞ്ഞു. പക്ഷേ മസ്താങ് അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. എന്തായാലും എന്നെ കൊല്ലാതെ അവൻ ഈ സിറ്റി വിട്ടു പോകില്ല. അവൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ പിടിച്ച് ജയിലിലിട്ടുകൊണ്ട് ഞാൻ എൻ്റെ പ്രൊമോഷൻ നേടിയെടുക്കുക തന്നെ ചെയ്യും. മസ്താങ്ങിൻ്റെ ആത്മവിശ്വാസം കണ്ട് അവർക്ക് ആശ്വാസമായി. അപ്പോഴേക്കും ഒരു ഓഫീസർ അങ്ങോട്ടേക്ക് ഓടി വന്നു. മാറൽ നദിയുടെ തീരത്ത് ഒരു പൊട്ടിത്തെറി നടന്നതായി അയാൾ റിപ്പോർട്ട് ചെയ്തു. അത് കേട്ട് ഞെട്ടിയ മസ്താങ് എല്ലാവരോടും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. മാറൽ നദിയുടെ ഒരു ഭാഗത്തെ റോഡും മതിലുമെല്ലാം തകർന്നു കിടക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ ചോരക്കറ പറ്റിയൊരു മഞ്ഞ ജാക്കറ്റിൻ്റെ അവശിഷ്ടം അവിടേക്ക് ഒഴുകി വന്നു. അതെടുത്ത് പരിശോധിച്ച റിസ അത് സ്കാറിൻ്റേതാണെന്ന് മസ്താങ്ങിനോട് പറഞ്ഞു. ഇത്രയും ചോര പോയ സ്ഥിതിക്ക് അവൻ മരിച്ചു കാണുമെന്ന് അവർ കരുതി. പക്ഷേ സ്കാറിൻ്റെ മൃതദേഹം കിട്ടുന്നതുവരെ അവൻ മരിച്ചുവെന്നുറപ്പിക്കാൻ മസ്താങ് തയ്യാറായില്ല. അവൻ ലെഫ്റ്റനൻ്റ് ഹാവക്കിനോട് എത്രയും പെട്ടെന്ന് ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും സ്കാറിൻ്റെ ഡെഡ് ബോഡി കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. ഈ സമയം ആൾക്കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് ലെസ്റ്റും ഗ്ലട്നിയും ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. സ്കാറിനെ കൊന്നു തിന്നാൻ പറ്റാത്തതിൻ്റെ വിഷമം ഗ്ലട്നിയുടെ മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ ലെസ്റ്റ് അവനെ ആശ്വസിപ്പിച്ചു. അത്രയും പരിക്കുകൾ പറ്റിയ സ്ഥിതിക്ക് അവൻ്റെ ശല്യം കുറച്ചു കാലത്തേക്ക് ഉണ്ടാകില്ല എന്ന് അവൾ ഗ്ലട്നിയോട് പറഞ്ഞു. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഫാദറിനെ അറിയിക്കാൻ വേണ്ടി സെൻട്രൽ സിറ്റിയിലേക്ക് പോകാൻ ലെസ്റ്റ് തീരുമാനിച്ചു. അപ്പോഴും ബ്രദേഴ്സും ആംസ്ട്രോങ്ങും ആ ലൈബ്രറിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും രണ്ടുപേർ അങ്ങോട്ട് വന്നു. സെക്കൻഡ് ലെഫ്റ്റനൻ്റ് റോസും സർജൻറ്റ് ബ്രോഷുമായിരുന്നു അത്. മേജർ ആംസ്ട്രോങ്ങിന് തിരികെ സെൻട്രലിലേക്ക് പോകേണ്ടതുകൊണ്ട് എൽറിക് ബ്രദേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും അയച്ചതാണ് അവരെ. അങ്ങനെ ബ്രദേഴ്സിനെ അവരെ ഏൽപ്പിച്ചിട്ട് ആംസ്ട്രോങ് അവിടെ നിന്ന് പോയി. പിന്നീട് അവർ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എഡ്വേർഡ് അവരോട് തങ്ങൾ അങ്ങോട്ട് വന്നതിൻ്റെ യഥാർത്ഥ കാരണം പറഞ്ഞു. ലൈബ്രറി കത്തിപ്പോയതുകൊണ്ട് എഡ്വേർഡ് നിരാശനായിരുന്നു. അപ്പോൾ ലെഫ്റ്റനൻ്റ് റോസ് അവനോട് ലൈബ്രറിയിൽ മുൻപ് ജോലി ചെയ്തിരുന്ന ഷെസ്ക എന്ന പെൺകുട്ടിയെ പറ്റി പറഞ്ഞു. അവളുടെ കയ്യിൽ ആ ബുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കേട്ടപ്പോൾ എഡ്വേർഡ് അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ഷെസ്കയുടെ വീട്ടിൻ്റെ മുന്നിലെത്തി. അകത്തേക്ക് നോക്കിയതും അടുക്കി വച്ചിരിക്കുന്ന ബുക്കുകളുടെ ഷെൽഫുകൾ കണ്ട് അവർ അമ്പരന്നു. അതിൻ്റെ ഇടയിൽ കൂടി അകത്തേക്ക് കയറിയിട്ടും അവിടെയൊന്നും അവർ ഷെസ്കയെ കണ്ടില്ല. അപ്പോൾ പെട്ടെന്ന് അൽഫോൺസ് ദൂരെ നിന്നും ഒരു ചെറിയ ശബ്ദം കേട്ടു. അങ്ങോട്ട് നോക്കി അവൻ ബുക്കുകളുടെ കൂമ്പാരത്തിനിടയിൽ നിന്നും ഒരു കൈപ്പത്തി പുറത്തേക്ക് പൊങ്ങി നിൽക്കുന്നത് കണ്ടു. അവനത് എല്ലാവരെയും വിളിച്ച് കാണിച്ചു കൊടുത്തു. ഉടനെ എല്ലാവരും ചേർന്ന് ആ ബുക്കുകൾ എടുത്ത് മാറ്റി ഷെസ്കയെ പുറത്തെടുത്തു. തൻ്റെ ജീവൻ രക്ഷിച്ച അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഷെസ്ക തന്നെപ്പറ്റി സ്വയം വിവരിച്ചു. കുഞ്ഞുനാൾ മുതലേ പുസ്തകം വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്ന ഷെസ്കയ്ക്ക് ലൈബ്രറിയിലെ ജോലി ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അവൾ ജോലി ചെയ്യാതെ എപ്പോഴും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ മാനേജ്മെൻറ്റ് അവളെ ലൈബ്രറിയിൽ നിന്നും പുറത്താക്കി. അവൾക്കാണെങ്കിൽ വേറെ ജോലിയൊന്നും തന്നെ അറിയുകയുമില്ല. സുഖമില്ലാത്ത അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ പോലും പൈസയില്ലാതെ നട്ടം തിരിയുകയാണ് ഇപ്പോൾ അവൾ. ഷെസ്കയുടെ കഥ കേട്ട എഡ്വേർഡ് അവളോട് വന്ന കാര്യം വിശദമായി പറഞ്ഞു. ടിം മാർക്കോ എഴുതിയ ബുക്കുകൾ കണ്ടിട്ടുണ്ടോ എന്ന് അവൻ അവളോട് ചോദിച്ചു. അയാൾ എഴുതിയ ബുക്കുകളെല്ലാം താൻ വായിച്ചിട്ടുണ്ടെന്നും അതൊന്നും തൻ്റെ കയ്യിലില്ല എന്നും അവൾ പറഞ്ഞു. ഇത് കേട്ട് നിരാശരായ ബ്രദേഴ്സ് അവിടെ നിന്നും പോകാനൊരുങ്ങി. അപ്പോൾ ഷെസ്ക അവരോട് ഞാൻ വായിച്ച ബുക്കുകളിലെ കാര്യങ്ങളെല്ലാം വള്ളിപുള്ളി തെറ്റാതെ ഓർത്തിരിക്കാനുള്ള കഴിവ് എനിക്കുണ്ടെന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതൊക്കെ മുഴുവനായി എഴുതിത്തരാമെന്നും പറഞ്ഞു. അത് കേട്ട ബ്രദേഴ്സ് ആദ്യമൊന്ന് ഞെട്ടി. പിന്നെ അവർ സന്തോഷം കൊണ്ട് അവിടെ കിടന്ന് തുള്ളാൻ തുടങ്ങി. അങ്ങനെ 5 ദിവസങ്ങൾ കടന്നുപോയി.
ഒടുവിൽ ഷെസ്ക ഒരു മേശ നിറയെ കടലാസ് കെട്ടുകൾ അവർക്ക് കൊടുത്തു. അത് കണ്ട് എല്ലാവരും അമ്പരന്ന് പോയി. പക്ഷേ ആ ബുക്കുകളിൽ 1000 ഇഷ്ടവിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള റെസിപ്പിയുടെ വിവരങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയും ദിവസം കാത്തിരുന്നത് ഈ കുക്കിംഗ് ബുക്കിന് വേണ്ടി ആയിരുന്നു എന്നോർത്ത് റോസും ബ്രോഷും ആകെ നിരാശരായി. പക്ഷേ ബ്രദേഴ്സ് രണ്ടുപേരും ഹാപ്പി ആയിരുന്നു. അവർ ബുക്കുകളെല്ലാം എടുത്തുകൊണ്ട് വായിക്കാൻ വേണ്ടി പോകാനൊരുങ്ങി. പെട്ടെന്ന് എഡ്വേർഡ് പേപ്പറിലൊരു എമൗണ്ട് എഴുതി തൻ്റെ പോക്കറ്റ് വാച്ചും ചേർത്ത് അത് റോസിന് കൊടുത്തു. ഇത് ട്രഷറിയിൽ കാണിച്ചിട്ട് ഇത്രയും തുക എൻ്റെ റിസർച്ച് ഫണ്ടിൽ നിന്നും ഷെസ്കയുടെ പ്രതിഫലമായിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും തിരികെ നടന്നു. അവൻ പോയി കഴിഞ്ഞിട്ട് ആ പേപ്പർ തുറന്നു നോക്കിയ റോസും ഷെസ്കയും എഡ്വേർഡ് എഴുതിയ തുകയുടെ വലിപ്പം കണ്ട് ഞെട്ടിപ്പോയി. അപ്പോഴേക്കും ബ്രദേഴ്സ് രണ്ടുപേരും ആ ബുക്കുകൾ വായിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോൾ സർജൻ ബ്രോഷ് അവരോട് ഈ കുക്കിംഗ് റെസിപ്പി ബുക്കുകൾ വായിച്ച് സമയം കളയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ട് എഡ്വേർഡ് പറഞ്ഞു, ആൽക്കമിക് റിസർച്ചുകൾ വളരെ പവർഫുള്ളാണ്. അത് തെറ്റായ ആളുകളുടെ കയ്യിൽ കിട്ടുന്നത് വലിയ ആപത്താണ്. അതുകൊണ്ട് ആൽക്കമിസ്റ്റുകൾ തങ്ങളുടെ അപകടം പിടിച്ച റിസർച്ച് മെറ്റീരിയലുകളെല്ലാം കോഡ് ഭാഷയിൽ എഴുതിയാണ് സൂക്ഷിക്കാറുള്ളത്. അതെഴുതിയുണ്ടാക്കിയ ആൽക്കമിസ്റ്റിന് മാത്രമേ അതിൻ്റെ ശരിയായ അർത്ഥം അറിയാൻ പറ്റൂ. ഇപ്പോൾ സാധാരണക്കാർക്ക് കുക്കിംഗ് ബുക്ക് പോലെ തോന്നുന്ന ഈ പുസ്തകങ്ങളിൽ ഫിലോസഫർ സ്റ്റോണിൻ്റെ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നു എന്നത് ഉറപ്പാണ്. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് ഞങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും. എഡ്വേർഡ് പറഞ്ഞതൊക്കെ കേട്ട ബ്രോഷിന് കാര്യങ്ങൾ ഏതാണ് മനസ്സിലായി. അപ്പോഴേക്കും എഡ്വേർഡ് ആ പുസ്തകത്തിലെ ചെറിയ ക്ലൂകളൊക്കെ കണ്ടെത്താൻ തുടങ്ങി. അങ്ങനെ ബ്രദേഴ്സ് രണ്ടുപേരും ആ ബുക്കുകൾ ഓരോന്നോരോന്നായി ഡീകോഡ് ചെയ്യാൻ തുടങ്ങി. മണിക്കൂറുകൾ കടന്നുപോയി. ഒരു ചെറിയ ഭാഗത്തെ ഡീകോഡിങ് കഴിഞ്ഞപ്പോഴേക്കും ബ്രദേഴ്സ് രണ്ടുപേരും ക്ഷീണിച്ചു പോയിരുന്നു. അപ്പോഴേക്കും ഷെസ്ക അങ്ങോട്ടേക്ക് കയറി വന്നു. എഡ്വേർഡ് നേരത്തെ അവൾക്ക് കൊടുത്ത പ്രതിഫലത്തിന് അവൾ അവനോട് നന്ദി പറഞ്ഞു. ആ കാശ് കൊണ്ട് അവളുടെ അമ്മയുടെ ചികിത്സ ഇപ്പോൾ നന്നായി നടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു ജോലി ശരിയായില്ല എന്ന സങ്കടം അവളെ അപ്പോഴും അലട്ടുന്നുണ്ടായിരുന്നു. അത് കേട്ട ബ്രദേഴ്സ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് കേണൽ ഹ്യൂഗ്സ് അങ്ങോട്ടേക്ക് കയറി വന്നു. വന്ന പാടെ അവൻ എഡ്വേർഡിനോട് വിശേഷങ്ങൾ ചോദിച്ചറിയാൻ തുടങ്ങി. ഈ സമയം പുറത്ത് റോസും ബ്രോഷും എൽറിക് ബ്രദേഴ്സിന് കമാൻഡിംഗ് ഓഫീസറുമായിട്ടുള്ള പിടിപാട് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു. ബ്രദേഴ്സുമായി സംസാരിക്കുന്നതിനിടയിൽ ഹ്യൂഗ്സ് അവരോട് ആ കത്തിപ്പോയ ലൈബ്രറിയിൽ തങ്ങളുടെ കുറേ കേസ് ഫയലുകൾ ഉണ്ടായിരുന്നുവെന്നും അതൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ട് ഇപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സിലെ അവസ്ഥ മോശമാണെന്നും പറഞ്ഞു. ഇത് കേട്ട ബ്രദേഴ്സ് നേരെ ഷെസ്കയെ നോക്കി. എന്നിട്ട് അവർ ഷെസ്കയുടെ കഴിവുകളെപ്പറ്റി ഹ്യൂഗ്സിനോട് വിവരിച്ചു കൊടുത്തു. ആ കേസ് ഡയറികൾ താൻ വായിച്ചിട്ടുണ്ടെന്നും അത് മൊത്തം കാണാപ്പാടമാണെന്നും ഷെസ്ക പറഞ്ഞു. അത് കേട്ട ഹ്യൂഗ്സ് ഉടനെ അവളെ തൻ്റെ അസിസ്റ്റൻ്റായി നിയമിച്ചു. പുതിയൊരു ജോലി കിട്ടിയ ഷെസ്കയ്ക്ക് സന്തോഷമായി. അവൾ ബ്രദേഴ്സിനോട് നന്ദി പറഞ്ഞു. അധികം വൈകാതെ ഷെസ്കയെയും തൂക്കിയെടുത്തുകൊണ്ട് ഹ്യൂഗ്സ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോയി. അങ്ങനെ ബ്രദേഴ്സ് രണ്ടുപേരും വീണ്ടും തങ്ങളുടെ ജോലി തുടർന്നു. ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് അവർ ഭ്രാന്ത് പിടിച്ചതുപോലെ പണിയെടുത്തു. അങ്ങനെ പടിപടിയായി ഓരോ ബുക്കുകളും അവർ ഡീകോഡ് ചെയ്ത് മുന്നേറി. അങ്ങനെ 10 ദിവസങ്ങൾ കഴിഞ്ഞു. ബ്രദേഴ്സിനെ നോക്കാൻ വേണ്ടി വന്ന റോസും ബ്രോഷും മുറിക്കുള്ളിൽ എന്തൊക്കെയോ ബഹളം കേട്ടു. അത് തുറന്നു നോക്കി അവർ കാണുന്നത് പുസ്തകങ്ങളെല്ലാം നിലത്തേക്ക് വാരി വലിച്ചെറിഞ്ഞിട്ട് നിരാശരായിരിക്കുന്ന ബ്രദേഴ്സിനെയാണ്. കോഡ് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് റോസ് അവരോട് ചോദിച്ചു. പക്ഷേ ആ ഡോക്യുമെൻ്റ് മുഴുവൻ അവർ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. എഡ്വേർഡ് പറഞ്ഞു, മാർക്കോ എന്ന് പറഞ്ഞത് ശരിയായിരുന്നു. ഇത് ചെകുത്താൻ്റെ റിസർച്ച് തന്നെയാണ്. ഇത് ആരും തന്നെ കാണാൻ പാടില്ല. കാരണം ഫിലോസഫർ സ്റ്റോൺ ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു മനുഷ്യ ജീവനാണ്. അതായത് ഒരു ചെറിയ സ്റ്റോൺ ഉണ്ടാക്കാൻ പോലും ഒരുപാട് മനുഷ്യന്മാരുടെ ജീവൻ എടുക്കേണ്ടി വരും. ഇത് കേട്ട് റോസും ബ്രോഷും പേടിച്ചുപോയി. അപ്പോൾ ബ്രദേഴ്സ് അവരോട് നിങ്ങൾ കേട്ടതൊക്കെ മറന്നു കളയാൻ പറഞ്ഞു. ഈ കാര്യം ആരും അറിയരുതെന്ന് അവൻ അവർക്ക് വാണിംഗ് നൽകി. ഇതൊന്നും ആരോടും പറയില്ല എന്ന് അവർ ബ്രദേഴ്സിന് വാക്കുകൊടുത്തു. അങ്ങനെ സമയം രാത്രിയായി. അന്ന് രാത്രി ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടിയ ബ്രോഷും റോസും ഈ കാര്യങ്ങളെപ്പറ്റി രഹസ്യമായി സംസാരിച്ചു. പക്ഷേ അവരുടെ അടുത്ത് നിന്നിരുന്ന ആംസ്ട്രോങ് ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾ അവരോട് കാര്യങ്ങൾ വിശദമായിട്ട് പറയാൻ ആവശ്യപ്പെട്ടു. അവർ ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും ആംസ്ട്രോങ് ദേഷ്യപ്പെട്ടപ്പോൾ വേറെ വഴിയില്ലാതെ അവർ എല്ലാം തുറന്നു പറഞ്ഞു. ഈ സമയം ബ്രദേഴ്സ് രണ്ടുപേരും റൂമിൽ നിരാശരായിട്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവരുടെ റൂമിൻ്റെ ഡോറും ചവിട്ടി പൊളിച്ചുകൊണ്ട് ആംസ്ട്രോങ് അങ്ങോട്ടേക്ക് കയറി വന്നു. വന്ന പാടെ ഫിലോസഫർ സ്റ്റോണിൻ്റെ രഹസ്യങ്ങൾ കണ്ടുപിടിച്ചതിന് അയാൾ അവരെ അഭിനന്ദിച്ചു. അയാളുടെ കണ്ണുകളിലൂടെ ആനന്ദ കണ്ണീർ നിറഞ്ഞൊഴുകി. സത്യങ്ങളെല്ലാം കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് അയാൾ അവരോട് ചോദിച്ചു. ഇത് കേട്ട എഡ്വേർഡ് ഒന്ന് ഞെട്ടി. സത്യം, ആ വാക്ക് അവൻ്റെ മനസ്സിലുടക്കി. അവൻ മുൻപ് മാർക്കോ പറഞ്ഞതോർത്തു. ചിലപ്പോൾ സത്യത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ സത്യം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. അതാണ് മാർക്കോ അവസാനമായി അവനോട് പറഞ്ഞത്. അതോടെ അവർ കണ്ടുപിടിച്ചതിനേക്കാൾ ആഴത്തിലായിരിക്കണം യഥാർത്ഥ സത്യത്തിനെ അയാൾ കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ആ സിറ്റിയുടെ ഒരു മാപ്പ് കൊണ്ടുവരാൻ എഡ്വേർഡ് ആവശ്യപ്പെട്ടു. അധികം വൈകാതെ ഒരു വലിയ മാപ്പ് അവർ കൊണ്ടുവന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം 4 ആൽക്കമി ലബോറട്ടറികളാണ് സെൻട്രലിലുള്ളത്.
അതിൽ മൂന്നാമത്തെ ലാബ് ചൂണ്ടിക്കാണിച്ചിട്ട് മുൻപ് മാർക്കോ ജോലി ചെയ്തിരുന്നത് ഇവിടെയാണെന്നും അതുകൊണ്ട് ഇവിടെ അന്വേഷണം തുടങ്ങാമെന്നും ആംസ്ട്രോങ് പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും എഡ്വേർഡിൻ്റെ നോട്ടം ലബോറട്ടറി 5ൻ്റെ മേൽ പതിഞ്ഞു. എന്നാൽ 5ാം ലബോറട്ടറി ഇപ്പോൾ വർക്കിംഗ് അല്ല എന്നും കെട്ടിടത്തിൻ്റെ കേടുപാടുകൾ കാരണം വർഷങ്ങൾക്ക് മുൻപേ അത് പൂട്ടിയെന്നും റോസ് അവനോട് പറഞ്ഞു. പക്ഷേ നമ്മൾ അന്വേഷിക്കുന്ന രഹസ്യങ്ങളുള്ളത് ലബോറട്ടറി നമ്പർ 5ൽ തന്നെയാണെന്ന് എഡ്വേർഡ് തറപ്പിച്ച് പറഞ്ഞു. കാരണം 5ാം ലബോറട്ടറിയുടെ തൊട്ടടുത്തായിട്ടാണ് സെൻട്രൽ ജയിൽ. അതുകൊണ്ട് തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കുറ്റവാളികളെ അവർക്ക് ഫിലോസഫർ സ്റ്റോണിന് വേണ്ടി കുരുതി കൊടുക്കാം. അതാവുമ്പോൾ ആർക്കും ഒരു സംശയവും തോന്നില്ലല്ലോ. ഇനി ഈ കാര്യങ്ങളിൽ ഗവൺമെൻറ്റിന് നേരിട്ട് പങ്കുണ്ടോ എന്ന് മാത്രമേ അറിയാൻ ബാക്കിയുള്ളൂ. എഡ്വേർഡ് പറഞ്ഞതൊക്കെ കേട്ട് എല്ലാവരും അമ്പരന്നു പോയി. അപ്പോഴേക്കും ആംസ്ട്രോങ് അവിടെ നിന്ന് പോകാനിറങ്ങി. പോകും മുമ്പേ അയാൾ പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തറിഞ്ഞാൽ ഇത് വലിയൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളൊന്ന് കലങ്ങി തെളിയും വരെ ഇക്കാര്യം ആരും പുറത്തു പറയാൻ പാടില്ല. പെട്ടെന്ന് അയാൾ ബ്രദേഴ്സിൻ്റെ നേരെ തിരിഞ്ഞു. എൻ്റെ അനുവാദമില്ലാതെ 5ാം ലബോറട്ടറിയിൽ കയറാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചുകൊള്ളാൻ അയാൾ അവരോട് പറഞ്ഞു. ഇത് കേട്ട് പേടിച്ച രണ്ടുപേരും അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് അയാൾക്ക് വാക്കുകൊടുത്തു. ബ്രദേഴ്സ് പറഞ്ഞത് വിശ്വസിച്ച ആംസ്ട്രോങ് അവിടെ നിന്നും പോയി. പക്ഷേ ആംസ്ട്രോങ്ങിന് കൊടുത്ത വാക്ക് പാലിക്കാൻ ബ്രദേഴ്സ് തയ്യാറായിരുന്നില്ല. അന്ന് രാത്രി തന്നെ അവർ പതുങ്ങി 5ാമത്തെ ലബോറട്ടറിയുടെ അടുത്തെത്തി. ഉപയോഗശൂന്യമായ ആ കെട്ടിടത്തിൻ്റെ ഗേറ്റിൻ്റെ അടുത്തൊരു സെക്യൂരിറ്റി നിൽക്കുന്നത് കണ്ടപ്പോൾ അവരുടെ സംശയം കൂടി. അതിനുള്ളിൽ കയറാൻ അവർ തീരുമാനിച്ചു. ആൽക്കമി യൂസ് ചെയ്താൽ ആരെങ്കിലും കണ്ടുപിടിക്കുമെന്ന് മനസ്സിലാക്കിയ എഡ്വേർഡ് അൽഫോൺസിൻ്റെ കയ്യിൽ ചവിട്ടി മതിലിൻ്റെ മുകളിലേക്ക് ചാടി. അവിടുത്തെ മെറ്റൽ ഫെൻസ് പിടിച്ചു വലിച്ചൊരു കയർ പോലെ അവൻ അൽഫോൺസിന് ഇട്ടുകൊടുത്തു. അതിൽ പിടിച്ചുകൊണ്ട് അൽഫോൺസ് മുകളിലേക്ക് കയറി. അങ്ങനെ കോമ്പൗണ്ടിനുള്ളിൽ കയറിയ ബ്രദേഴ്സ് ഒരു വലിയ ഡോറിൻ്റെ മുന്നിലെത്തി. അത് സീൽ ചെയ്ത് വച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അകത്തേക്ക് കയറാൻ ഒരു വഴി തപ്പിക്കൊണ്ടിരുന്ന എഡ്വേർഡ് പെട്ടെന്നൊരു വെന്റിലേഷൻ ഡക്റ്റ് ശ്രദ്ധിച്ചു. അൽഫോൺസിൻ്റെ തോളിൽ ചവിട്ടിക്കൊണ്ട് എഡ്വേർഡ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ മെല്ലെ മെല്ലെ അവൻ മുന്നോട്ടേക്ക് ഇഴഞ്ഞു നീങ്ങി. ഈ സമയം അൽഫോൺസ് പുറത്ത് കാവൽ നിൽക്കുകയായിരുന്നു. അകത്ത് കയറാൻ പറ്റാത്തതോർത്ത് അവന് നല്ല വിഷമമുണ്ടായിരുന്നു. കുറേ നേരം വെന്റിലേഷൻ പൈപ്പിനുള്ളിലൂടെ ഇഴഞ്ഞു നീങ്ങിയ എഡ്വേർഡ് ഒടുവിൽ അതിൽ നിന്നും താഴേക്ക് ചാടിയിറങ്ങി. ഈ സമയം ആ ലബോറട്ടറിയുടെ ഒരു ഇരുട്ടുമുറിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഭീകരരൂപം തൻ്റെ ചോരക്കണ്ണുകൾ തുറന്നു. ഈ സമയം പുറത്ത് കാത്തു നിന്നിരുന്ന അൽഫോൺസിൻ്റെ തലയ്ക്ക് നേരെ മുകളിൽ മറ്റൊരു ഭീകരരൂപം അവനെയും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കയ്യിലെ മൂർച്ചയുള്ള ഭീമൻ വാൾ നിലാവെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങി.